ഹലോ എവ്രി വൺ. കഴിഞ്ഞ 24 വീക്സായി മുടങ്ങാതെ എല്ലാ ആഴ്ചയും നിങ്ങളിലേക്ക് കാർട്ടൽസ് എത്തിച്ച ഒരു പ്രോഡക്റ്റാണ് സിക്സ്ത് സെൻസ് വീക്ക്ലി മാഗസിൻ. സോ എത്രത്തോളം എഫക്റ്റീവാണ് സിക്സ്ത് സെൻസ്, എങ്ങനെ സിക്സ്ത് സെൻസിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, മൂന്നാമത് സിക്സ്ത് സെൻസ് എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അതിൻ്റെ എല്ലാം ഒരു മാർക്കറ്റ് റിവ്യൂ ആണ് ഈ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എവിടൊക്കെയാണ് സിക്സ്ത് സെൻസ് ആക്സസിബിൾ? നമുക്ക് ആദ്യം തന്നെ അതിലേക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ സിക്സ് സെൻസ് ആണെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് സ്ഥലങ്ങളിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമതായിട്ട് എവിടെയാണ് സിക്സ് സെൻസ് കിട്ടുന്നത്? നമ്മുടെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിലാണെങ്കിൽ ഡെയിലി മാർക്കറ്റ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. അപ്പോൾ ഡെയിലി മാർക്കറ്റ് ഇൻസൈറ്റ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ലേറ്റസ്റ്റ് എഡിഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ എഡിഷൻസും ഡെയിലി മാർക്കറ്റ് ഇൻസൈറ്റ്സിൽ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൽ അപ്ഡേറ്റഡ് ആണ്. അതിൽ 23rd എഡിഷൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ആ 23rd എഡിഷനിൽ ഡൗൺലോഡ് PDF പോവുകയാണെങ്കിൽ ലേറ്റസ്റ്റ് എഡിഷൻ കാണാവുന്നതാണ്. അത് കൂടാതെ നമുക്കാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലും ശരിക്കും പറഞ്ഞാൽ സിക്സ് സെൻസ് അവൈലബിൾ ആണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ മുടങ്ങാതെ ഇൻസ്റ്റാ പേജിൽ സിക്സ് സെൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 23 hours ബിഫോർ നമ്മളിത് എന്ത് ചെയ്തതാണ്, ഈ സിക്സ് സെൻസ് ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓതന്റിസിറ്റിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം നോക്കുവാണെങ്കിൽ 8 o'clock ആണ്, 8 PM. അതുപോലെ തന്നെ 29th ഏപ്രിലാണ് ഇന്നത്തെ ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഓതന്റിസിറ്റിക്ക് വേണ്ടി നമ്മളാണെങ്കിൽ ഇൻസ്റ്റാ പേജിലെ സിക്സ് സെൻസ് വെച്ചിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാ പേജിലായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലും ചേഞ്ചസ് വരുത്താനോ ഒന്നും പറ്റില്ല. സോ സൺഡേ നമ്മളിത് അപ്ലോഡ് ചെയ്തിരുന്നു സിക്സ് സെൻസ്. അപ്പോൾ മൺഡേ ഈവനിങ് നമ്മൾ ഇതിന്റെ റിവ്യൂ ചെയ്യുവാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക് ഹെഡിലൂടെ തന്നെ ഈ രണ്ട് സെഷനെ പറ്റിയും, സിക്സ് സെൻസിന്റെ രണ്ട് സെഷനെ പറ്റിയും നമ്മുടെ സ്ട്രാറ്റജിക് ഹെഡിനോട് തന്നെ ചോദിക്കാം. സോ സിക്സ് സെൻസിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കം ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ? സിക്സ്ത് സെൻസിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ആദ്യം തന്നെ മാനേജ് യുവർ മൺഡേ മോർണിംഗ് ട്രേഡ്. അതായത് പ്രീവിയസ് ഡേ, വീക്കെൻഡ്, അതായത് സാറ്റർഡേ സൺഡേ തന്നെ നമ്മൾ പറയാണ് മൺഡേ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള മാർക്കറ്റിനെ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു പ്രോപ്പർ ഫുൾ പ്രൂഫ് പ്ലാൻ ആണ് നമ്മൾ ഇതിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ് യുവർ മൺഡേ മോർണിംഗ് ട്രേഡ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ അതില് ഒരു മൺഡേ മോർണിംഗിലേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ ആണ് ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ട്രേഡിംഗ് പ്ലാനിൽ മൺഡേയിലേക്കുള്ള ലെവൽസ് ഉണ്ടാവും, അതേപോലെ തന്നെ മൺഡേയിലേക്കുള്ള ടാർഗറ്റ്സും ഉണ്ടാവും. അപ്പോൾ സപ്പോർട്ടും ടാർഗറ്റ്സും ആണ് മെയിൻലി നമ്മൾ അതിനകത്ത് എലാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് മാനേജർ മൺഡേ മോർണിംഗ് ട്രേഡ്. അപ്പൊ അത് കൂടാതെ അത് കഴിഞ്ഞില്ല, അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റിന്റെ ഒരു വീക്ക്ലി ഔട്ട്ലുക്കും കൂടെ ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് അന്നത്തെ എങ്ങനെയായിരിക്കും ആ വീക്കില് മാർക്കറ്റ് എന്നുള്ള കാര്യവും നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ആ വീക്കിൽ മൊത്തത്തിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. എക്സാക്ട്ലി, എവിടെ വരും സൈക്കിൾ കംപ്ലീഷൻ, ടാർഗറ്റ് എന്തായിരിക്കും, സപ്പോർട്ട് ലെവൽസ് ആ ആഴ്ചയിൽ എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ള ഒരു പ്ലാനിങ് ഓഫ് മാർക്കറ്റ്. എക്സാക്ട്ലി. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മൺഡേ എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്ന് സൺഡേ തന്നെ പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത രണ്ടാഴ്ചകളിൽ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് പിന്നെ എന്താ സൺഡേ ആ വീക്കെൻഡ് തന്നെ പ്രവചിക്കുന്നു ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് അല്ലേ. ഇതാണ് ശരിക്കും സിക്സ്ത് സെൻസിലൂടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ റീഡേഴ്സിന് നമ്മൾ ഓഫർ ചെയ്യുക. അപ്പോ നമുക്കാണെങ്കിൽ സിക്സ്ത് സെൻസിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇനി നോക്കേണ്ടത്. അപ്പോ സിക്സ് സെൻസിലെ രണ്ട് സെക്ഷനെ പറ്റിയും സെക്ഷന്റെ ഒരു റിവ്യൂ, എത്രമാത്രം ഈ സെക്ഷൻസ് അക്യുറേറ്റ് ആയിരുന്നു, എത്രമാത്രം ട്രേഡേഴ്സിന് യൂസ്ഫുൾ ആയിരുന്നു എന്ന് നമ്മൾ ഹെന്നയോട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഹെന്നെ ഒന്ന് എലാബറേറ്റ് ചെയ്യുമോ, എങ്ങനെയായിരുന്നു, എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു, എത്രമാത്രം ആക്യുറേറ്റ് ആണ് ഈ രണ്ട് സെക്ഷനിലെ ലെവൽസ്, അതേപോലെ തന്നെ ടാർഗറ്റ്സ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, അക്കോർഡിംഗ് ടു സിക്സ്ത് സെൻസിന്റെ മാനേജ് യുവർ മൺഡേ ട്രേഡ് നമ്മൾ പ്രധാനമായും 3 ലെവൽസ് ആണ് ഡിസ്കസ് ചെയ്തത്.
ആദ്യത്തെ ലെവൽ 22,472 ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ആൻഡ് സെക്കൻഡ് വൺ 22,528 അതും അടുത്ത മേജർ ക്രൂഷ്യൽ റെസിസ്റ്റൻസ്. ആൻഡ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് ആദ്യം ഒന്ന് പോവാം. ഓക്കെ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി എവിടെയാണ് ഓപ്പൺ ആയത്. ഓക്കെ, നിഫ്റ്റി ഓപ്പൺ ആയിരിക്കുന്നത് അതായത് ഇത്തവണത്തെ ലോ വന്നിരിക്കുന്നത് 22,474 എക്സാക്ട്ലി. നമുക്ക് ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും നിഫ്റ്റിയുടെ എക്സാക്ട് ലോ നമ്മൾ പറഞ്ഞ ലെവലിൽ തന്നെയാണ്, അതായത് 22,474. അതായത് ഓപ്പണിംഗ് വന്നിരിക്കുന്നത് നമ്മളുടെ ലെവലിന് മുകളിലാണ്, 72-ന് മുകളിൽ 74 എക്സാക്ട്ലി ആ ലെവലിൽ തന്നെയാണ് നമ്മൾ ഓപ്പണിംഗ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഏത് ലെവൽ വരെ പോയി? 22,500. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 15 മിനിറ്റ്സ് ചാർട്ട് ആണ്. അപ്പൊ ഇന്ന് മാർക്കറ്റ് അടുത്ത 15 മിനിറ്റ്സിൽ എക്സാക്ട്ലി 22,528 എന്ന് പറയുന്ന ലെവൽ വരെ പോയി, എന്നിട്ട് താഴോട്ട് പോവുകയാണ്. അതായത് അത് ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞത് എക്സാക്ട്ലി മാർക്കറ്റ് ഒബേ ചെയ്തു എന്നർത്ഥം. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഫെൽ. പിന്നീട് മാർക്കറ്റിൽ റിക്കവറി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ ലെവലിലുള്ള ആക്ഷനും റിയാക്ഷനും ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ 528 എന്ന് പറയുന്ന ലെവല് ശരിക്കും പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ഒരു സപ്പോർട്ട് ആയതിനു ശേഷം മാർക്കറ്റ് വലിയൊരു ബൂം പോലെ വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു അപ്വേർഡ് ട്രെൻഡ് ആണ് പിന്നീട് വരുന്നത്. എന്നിട്ട് ഇതിന്റെ മേജർ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ അപ്വേർഡ് ട്രെൻഡ് എത്തിയാലും ആ ടാർഗറ്റ് എവിടം വരെ ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മള് സിക്സ്ത് സെൻസിൽ പറഞ്ഞ പോലെ നമ്മുടെ സൈക്കിൾ കംപ്ലീഷൻ ലെവൽ അതായത് എത്രയായിരുന്നു? 22,656. ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത് എക്സാക്ട്ലി 22,655.65. എക്സാക്ട് മാച്ച് ആണ്. അതായത് സൈക്കിൾ കംപ്ലീഷൻ ലെവൽ എന്ന് പറയുന്നത് എക്സാക്ട് മാച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ 3 ലെവൽസും ആക്യുറേറ്റ് ആയിട്ട് പ്രിഡിക്ട് ചെയ്യാൻ സിക്സ്ത് സെൻസിന് കഴിഞ്ഞു. അതായത് ആസ് പെർ സിക്സ്ത് സെൻസ് ഇവിടെ പ്രിഡിക്ട് ചെയ്തിരുന്നത്, സിക്സ് സെൻസിൽ പ്രിഡിക്ട് ചെയ്തിരുന്നത് 528 ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണെന്ന് പ്രിഡിക്ട് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ അടുത്ത ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് പറഞ്ഞ 472 ആയിരുന്നു. ആ 472ലാണ് 474ലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അതായത് ആ ക്രൂഷ്യൽ റെസിസ്റ്റൻസിലാണ് ഓപ്പൺ ആവുന്നത്. അതിനുശേഷം മുകളിലേക്ക് പോയി, എന്നിട്ട് 528 റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ പറഞ്ഞ എക്സാക്ട് ടാർഗറ്റ് വരെയും പോയിരിക്കും. സോ Monday morning trade, it was a perfect hit, 100% hit. All 3 levels are perfectly fine. പക്ഷെ അടുത്ത ദിവസത്തെ അതായത് ഇപ്പൊ ഇന്ന് മൺഡേ ആണ്. ഓക്കെ, ട്യൂസ്ഡേയില് എങ്ങനെയായിരിക്കും പിന്നെ വേറെ 2 സ്റ്റോക്കുകൾ, ഏതെങ്കിലും 2 സ്റ്റോക്കുകളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കാരണം ഇപ്പൊ ഇത് മൺഡേ കഴിഞ്ഞപ്പോ ട്യൂസ്ഡേ വരാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ആദ്യം എപ്പോളോ ടയർ എടുക്കാം. ഓക്കെ, ഞാൻ അടുത്തതായി എടുക്കാൻ പോകുന്ന പൊസിഷൻ എപ്പോളോ ടയർസ് തന്നെയാണ്. ഓക്കെ, എപ്പോളോ ടയർ ഇപ്പൊ സ്പോട്ട് നിൽക്കുന്നത് എത്രയിലാണ് ഷെമി? 494ലാണ്. ഓക്കെ, ഞാന് സപ്പോർട്ട് ഫിക്സ് ചെയ്യുന്നത് 488.70ലാണ്. ഒരു 491.50 നമുക്കൊരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കാണാൻ പറ്റുന്നുണ്ട്. അത് കട്ട് ചെയ്താലും 488.70 താഴെ പോകരുത് സ്റ്റോപ്പ്. അപ്പൊ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 488. എക്സാക്ട്ലി 488. ഇത് ആർലി ക്ലോസിംഗ് ബേസിസിലാണ് അല്ലേ? അതെ, ആർലി ക്ലോസിംഗ്. അതായത് അപ്പൊ സ്ട്രാറ്റജിയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 488 ആണ്. ഓക്കെ, അത് ഫിക്സ് ചെയ്യുന്നു. സ്ട്രാറ്റജി എന്താണ്? മൈ ടാർഗറ്റ് വിൽ ബി 512.9. ഓക്കെ, അപ്പോ 512.95 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, അപ്പോ 502 എന്താണ്? 502 എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ്. ആ ഒരു ലെവലില് നമ്മുടെ സ്റ്റോക്ക് എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ 502 എന്ന് പറയുന്ന ലെവലില് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ഡിസിഷൻ എടുക്കാൻ. അപ്പോ 502 എന്ന് പറയുന്ന ലെവലില് സ്റ്റോക്ക് ആണെങ്കിൽ ഒരു ഹൈ മൊമെന്റം സോൺ എന്ന് വേണമെങ്കിൽ 502 പറയാം. അത് ബ്രേക്ക് ചെയ്യുക.
ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് വിൽ ബി ഈസിലി അറ്റൈനബിൾ. ഓക്കെ, അപ്പൊ 512 എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കും മിക്കവാറും നാളെ തന്നെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? മിക്കവാറും ഇൻ ദ കമ്മിങ് ഡേയ്സ്. നാളെ തന്നെയെന്ന് ഞാൻ പറയുന്നില്ല. അത് 502 എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു അതേപോലെ ആയിരിക്കും. 502 ആണ് എന്റെ മേജർ ലെവൽ. ഞാൻ ആ ലെവലിലോട്ടായിരിക്കും കീൻലി വാച്ച് ചെയ്യുന്നത്. അപ്പൊ നാളെ മിക്കവാറും 502 ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 512 വരെ പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് അപ്പോളോ ടയർ. അപ്പൊ രണ്ടാമത് ഒരു സ്റ്റോക്ക് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? രണ്ടാമത് നമുക്ക് JSW സ്റ്റീൽ എടുക്കാം. ഓക്കെ, JSW സ്റ്റീലിന്റെ സ്ട്രാറ്റജി എന്താണ്? JSW സ്റ്റീലിന്റെ സ്പോട്ട് ഇപ്പൊ എത്രയാണ്? 895.85 895.85. ഓക്കെ, എന്റെ സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ 893നെ ഒരു സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എക്സാക്ട്ലി. അതിന്റെ താഴെ ആർലി ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ പൊസിഷൻ ഇസ് കട്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യലാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 893 ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? ഐ വിൽ ബി പ്ലേയിങ് ഫോർ ദ ടാർഗറ്റ് 922. ഓക്കെ, 922 എന്ന് പറയുന്ന ടാർഗറ്റ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇതാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഹൈലി ട്രെൻഡിങ് ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഹിറ്റ് ആവും. ഓക്കെ, ബട്ട് ഇത് എല്ലാം വിൽ ബി ഡിപെൻഡന്റ് ഓൺ 909 എന്ന് പറഞ്ഞ ലെവൽ. ആ ലെവലില് ഈ സ്റ്റോക്ക് JSW സ്റ്റീൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും 922 എന്നുള്ള ലെവല് അറ്റൈൻ ചെയ്യുന്നതിന്റെ സ്പീഡ്. ഓക്കെ, അപ്പൊ 909 എന്ന് പറയുന്നതാണ് ഹൈ മൊമെന്റം സോൺ. അതൊരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് കൂടെയാണ്. സോ അവിടെ എത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് എത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സോ അടുത്ത സ്റ്റോക്ക് JSW സ്റ്റീൽ ആണ്. സോ അതിന്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 922 ആണ്. അതായത് ഒരു ഷോർട്ട് ടേം സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ് ആണ് 922. സോ ഇത് രണ്ടുമാണ് ചൊവ്വാഴ്ചത്തേക്കുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോ സ്റ്റോപ്പ് ലോസ് ലെവലും പറഞ്ഞിട്ടുണ്ട്. 893 എന്ന് പറയുന്ന ലെവലാണ് സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പോ ഇനി ഒരു കാര്യം കൂടെ, നിഫ്റ്റിയുടെ ഒരു മീഡിയം ടേം ഒന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഓൾറെഡി 6 സെൻസിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് സ്പോട്ട് എത്രയെന്ന് സ്പോട്ട് ചെയ്യാം. റൈറ്റ്, എത്ര സ്പോട്ട് ഇപ്പോ 635 ആണ്. 22,635. ഓക്കെ, ഇപ്പൊ 22,635 ആണ്. റൈറ്റ്, അതെ. നിഫ്റ്റിക്ക് ക്രൂഷ്യൽ സപ്പോർട്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 22,390 ആണ്. ഓക്കെ, 22,390 ആണ് സപ്പോർട്ട്. ഓക്കെ, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് ഇഫ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ 22,245 കട്ട് ചെയ്യാനേ പാടില്ല. അപ്പോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബേസ് ചെയ്യേണ്ടത് 22,245 അപ്പൊ അത് ഏത് ഡെയിലി ക്ലോസിംഗ് ബേസിലായിരിക്കും? ഇത് ഇൻട്രാഡേ ടാർഗറ്റ് അല്ല, ഇത് പൊസിഷണൽ ആണ്. അതുകൊണ്ട് തന്നെ ഡെയിലി ക്ലോസിംഗ് ബേസിസിൽ 22,245 താഴെ പോകാൻ പാടില്ല. ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് വിൽ ബി 23,005. ഓക്കെ, ഇതൊരു ബോൾഡ് പ്രൊഡിക്ഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 23,000 മാർക്കറ്റ് അറ്റൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. സോ 23,000 ഈസ് ഈസിലി അറ്റൈനബിൾ ഫോർ ദ മാർക്കറ്റ് എന്നാ പറയുന്നത്. സോ അത് മാത്രമല്ല, ഇൻ കേസ് അത് മേലെ കടക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 23,620 വരെ ഈസിലി നിഫ്റ്റിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 23,620 ആണ് മാർക്കറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്. അതെ, ആൻഡ് അബൌട്ട് 23,000 ഇറ്റ് ഈസ് ഹൈ മൊമെന്റം സോൺ. ഓക്കെ, അപ്പൊ ഇതൊരു ബോൾഡ് പ്രൊഡിക്ഷൻ ആണ്. 23,620 എന്ന് പറയുന്ന ടാർഗറ്റ് ആണ് മാർക്കറ്റിന്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. അപ്പോ ബാങ്ക് നിഫ്റ്റി 51,000 ഒക്കെ വരെ പോവായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ബാങ്ക് നിഫ്റ്റി 51,000 മുകളിലേക്കും അതേപോലെ നിഫ്റ്റി 23,600 എന്ന് പറയുന്ന ലെവലിലേക്കും പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ കിട്ടുന്ന ഔട്ട്പുട്ട്. സോ സിക്സ്ത് സെൻസിന്റെ നട്ട്ഷെൽ, സിക്സ്ത് സെൻസിന്റെ ഷോർട്ട് ടേം മൂവ്മെന്റ് പ്രിഡിക്ട് ചെയ്യുവാണ്. സിക്സ് സെൻസ് പ്രകാരം നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് 23,000 അതേപോലെ 23,620 ഈ രണ്ട് ലെവൽസുമാണ്. ബാങ്ക് നിഫ്റ്റി 51,100 മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോ രണ്ടും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സോഫാർ തരുന്നത്. പക്ഷെ ഇവിടെ ഒരു കോഷൻ ഉണ്ട്.
22-245 ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എത്രമാത്രം ആക്യുറസി ഉണ്ട് ഇത് നമ്മൾ മൺഡേ മോർണിംഗ് ട്രേഡ് കണ്ടു. ഇനി എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് ഈ പൊസിഷണൽ ട്രേഡ്സും സിക്സ് സെൻസ് പ്രെഡിക്ട് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാവുന്നതാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ റിവ്യൂ ആയിട്ട് ഇനിയും വരാം ഇല്ലേ, ബാക്കിയുള്ള റിവ്യൂസുമായിട്ട് വരാം. അതേപോലെ നമ്മൾ പ്രിഡിക്ട് ചെയ്ത ബാക്കി 2 സ്റ്റോക്കുകളുണ്ട്. അപ്പോളോ ടയർ പ്രിഡിക്ട് ചെയ്തായിരുന്നു, JSW പ്രിഡിക്ട് ചെയ്തായിരുന്നു. അപ്പൊ ട്യൂസ്ഡേ നമ്മളാണെങ്കിൽ റിവ്യൂ ആയിട്ട് ഇനിയും വരാം. ആ റിവ്യൂവിൽ നമ്മൾ അപ്പോളോ ടയർ ആൻഡ് JSW എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സ്ട്രാറ്റജി എത്രമാത്രം ആക്യുറേറ്റ് ആണെന്നും നമുക്ക് നോക്കാം. Thank you so much all of you. Cartels Capital. For more information, visit us cartels.com.